പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം, നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനിക്കുന്നത് ദിവ്യകാരുണ്യനാഥയായ മറിയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യകയെ നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകമായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് തൻ്റെ ചാക്രിക ലേഖനമായ എക്ലേസിയ ദെ യൂക്കരിസ്തിയ എന്ന ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, മറിയം തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായിരുന്നുവെന്ന്. മറിയം തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായിരുന്നു. സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ വഹിച്ച ആദ്യത്തെ സക്രാരി പരിശുദ്ധ മറിയമാണ് എന്ന്. വീണ്ടും എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന് പറയാറുണ്ട്. ആ ഗർഭശിശുവായ ഉണ്ണിയേശുവിനെയും വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ബ്രസീലിൽ വെച്ച് നടന്ന ലോക യുവജന മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അവർക്ക് നൽകിയ സന്ദേശം ഇതാണ്: നിങ്ങൾ മറിയത്തെ പോലെ യേശുവിനെ ലോകത്തിന് സമ്മാനിക്കുക. യേശുവിനെ ലോകത്തിന് സമ്മാനിക്കാൻ നിങ്ങൾ ഭയപ്പെടരുത്. അപ്പോൾ യുവാക്കൾക്ക് നൽകിയ സന്ദേശം പറയുകയാണ്, ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, നിങ്ങൾ ഈശോയെ ലോകത്തിന് നൽകാൻ പേടിക്കരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് മറിയത്തിൻ്റെ ഈ യാത്രയെ വിശേഷിപ്പിച്ച് 3 തലങ്ങൾ ഫ്രാൻസിസ് പാപ്പ അതിൽ പറയുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, മറിയം പുറത്തു വന്നു, പുറപ്പെട്ടു, പുത്രനെ നൽകിയെന്ന്. പുറത്തു വരിക എന്ന് പറഞ്ഞാൽ താൻ ദൈവ മാതാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഈ ഒരു ചിന്ത തൻ്റെ അഹങ്കാരത്തിലേക്ക് പോകാതെ അപരനെക്കുറിച്ച്, അഹത്തിൽ നിന്നും അപരനിലേക്ക് ചിന്തിക്കുവാനാണ് അവളെ അത് സഹായിച്ചത്. അതുകൊണ്ടാണ് പാപ്പ പറയുകയാണ്, അവൾ പുറത്തു വന്നു എന്ന് പറയുകയാണ്. തൻ്റെ തന്നെ അഹത്തിൽ നിന്നും പുറത്തു വരികയാണ്, പിന്നെ പുറപ്പെടുകയാണ്.
ആ അകലേക്ക് എലിസബത്തിനെ അന്വേഷിച്ചുള്ളൊരു ഒരു യാത്രയാണ്. ഇറ്റ് ഇസ് ആൻ എക്സോഡസ്, ഒരു പുറപ്പാടെന്ന് പറയാം നമുക്ക്. അഹത്തിൽ നിന്നും അപരനിലേക്കുള്ളൊരു പുറപ്പാടാണത്. അപ്പോൾ ഈ നാഥാൻ, സമ്മാനം, പഴയ നിയമത്തിൽ സമ്മാനം എന്ന പദത്തിന് ഉപയോഗിക്കുന്ന നാഥാൻ എന്ന വാക്കാണ്. അതിൻ്റെ വാച്യാർത്ഥം ഇതാണ്: ടു എക്സ്റ്റെൻഡ് മൈ ഹാൻഡ്സ് ടു ഗീവ് സംതിങ് ഓഫ് മൈൻ ടു ദി അതർ പേഴ്സൺ. എൻ്റേതായ ഒരു വസ്തു മറ്റുള്ളവന് കൊടുക്കാൻ വേണ്ടി എൻ്റെ കൈ നീട്ടുന്ന പ്രക്രിയയ്ക്കാണ് ഈ നാഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മാനമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? എൻ്റേതായ ഒരു വസ്തു എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് അത് മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ അത് എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പുറപ്പാടാണ് മറിയം നൽകിയത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഞാൻ എങ്ങനെ ഭാഗ്യമുണ്ടായി എന്ന് എലിസബത്ത് മറിയത്തെ നോക്കി പറയുമ്പോൾ ആ പുത്രനെ എലിസബത്തിന് സമ്മാനിച്ചു എന്നത് തന്നെ അർത്ഥമാക്കണം. ഈശോ അനുഭവത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഈ സിബോരിയം, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അച്ഛൻ നമുക്ക് തിരുവോസ്തി നൽകുന്ന ആ പാത്രം, അതാണ് സിബോരിയത്തിൽ നിന്ന് അച്ഛൻ എടുത്തിട്ട് ഈ നാഥാൻ, എക്സ്റ്റെൻഡിങ് ദ ഹാൻഡ്സ്, ഈ കൈ നീട്ടുകയാണ്. നമ്മുടെ നാവിലേക്ക് ഈശോ സ്നേഹമായി വരുമ്പോൾ അച്ഛൻ ഈ കൈ നീട്ടിയാലേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ പ്രക്രിയ നമ്മൾ കുർബാന കഴിയുമ്പോഴും ചെയ്യണം. നമ്മൾ പറയാറുണ്ട് ദമാസി സെൻറ്റർ, ദിവ്യപൂജ സമാപിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദൈവത്തിന് സ്തുതി, എല്ലാവർക്കും സന്തോഷമായി, കുർബാന കഴിഞ്ഞല്ലോ. പക്ഷേ ദ റിയൽ മാസ് ബിഗിൻസ് വെൻ ദ മാസ് എൻഡ്സ്. ബലി തീരുമ്പോഴാണ്, അല്ലെങ്കിൽ കുർബാന അൾത്താര ബലി കഴിയുമ്പോഴാണ് ജീവിത ബലി തുടങ്ങുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ നീട്ടേണ്ടവരാണ്, സമ്മാനമായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ സ്വാർത്ഥപരമായ സ്നേഹത്തെക്കുറിച്ചല്ല, മറിച്ച് അപരനിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ നാഥ നമ്മളോട് പറയുന്നത്. എനിക്കറിയാവുന്ന 2 അമ്മച്ചിമാരുണ്ട്. എപ്പോഴും സൗന്ദര്യപ്പിണക്കമാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ വരുമ്പോൾ ഇപ്പുറം ഉണ്ടാക്കിയിരിക്കണ അച്ചപ്പം, കുഴലപ്പം, വെള്ളയപ്പം ഇതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ തല്ലുപിടിക്കും രണ്ടുപേരും കൂടി. നിസ്സാര കാര്യത്തിന് വഴക്കിടുമ്പോൾ പറയും, എൻ്റെ അച്ചപ്പം താടി, കുഴലപ്പം താടി, വെള്ളയപ്പം താടി എന്ന് പറയും. എല്ലാം തിരിച്ചു മേടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ സമ്മാനമാകുക എന്നാൽ അത് നമ്മൾ ദാനമായി നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാന അവർണ്ണനീയമായ ദാനമാണ്. അപ്പോൾ വ്യവസ്ഥകളില്ലാതെ നമ്മൾ അർഹിക്കാത്ത നമുക്ക് അത് നൽകുന്ന അവസ്ഥയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ സമ്മാനമാകും, മറ്റുള്ളവർക്കൊരു സ്നേഹത്തിൻ്റെ സമ്മാനമാകുക. എൻ്റെ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഒരു ബേക്കറി ഐറ്റമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയാം. അപ്പോൾ ഞാനൊരു ഡയബറ്റിക് ആയതുകൊണ്ട് അത് നല്ലതാണ്, അത് അധികം മധുരമില്ലാത്തതുകൊണ്ട് എവിടെ പോയാലും അച്ഛൻ ഒരു ചെറിയൊരു പാക്കറ്റാണ്, അധികം വിലയൊന്നുമില്ല, എങ്കിലും അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പറയും, ഇത് ആൻ്റണി അച്ഛന്. ഇതാണ് സമ്മാനമാകുക എന്ന് പറയുന്നത്, സ്നേഹത്തിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. നമ്മളതിൽ വിലയല്ല, അതിൽ നമ്മൾ എത്രമാത്രം നമ്മളെ നിക്ഷേപിച്ചിട്ടാണ് അവന് കൊടുത്തിരിക്കുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സെൽഫ് എന്ന് പറയും. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ യേശു തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ ശരീരവും അതേ ആത്മാവും അതേ രക്തവും തന്നെ നമുക്ക് നൽകി ഇതുപോലെ വേറൊരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധ മറിയം ചെയ്ത ഈ പുറപ്പെടൽ, പുത്രനെ നൽകൽ, നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മക്കളായിട്ട് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കണം. ഒരു സുരേഷ് ദീപ ദമ്പതികളെക്കുറിച്ച് ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നതാണ് ഇവരുടെ ഈ വാർത്ത. ഒരു സദ്വാർത്തയാണ്. അതിലെ ചിത്രം തന്നെ ഇതാണ്, സ്നേഹം ഈ കൈകളിൽ. അപ്പോൾ സുരേഷ് ദീപ എന്ന് പറയുന്ന തളർന്നു കിടക്കുന്ന ആ ശരീരമുള്ള ദീപയെ കൈകളിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരു കല്യാണ പന്തലിൽ ദീപയ്ക്ക് വേണ്ടി സീറ്റ് അന്വേഷിക്കുന്ന സുരേഷാണ്. കൈകളിൽ സ്നേഹമാണ്. സ്നേഹം ഈ കൈകളിൽ. ഇത് വിധിയല്ല,
ഇത് വരമാണ്, ഇത് ഭാരമല്ല, ഇത് ഭാഗ്യമാണെന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ ശരീരം കരങ്ങളിൽ സ്വീകരിക്കുന്ന സുരേഷ്, വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ഏതോ മാരകമായ രോഗം വന്ന് ദീപയുടെ ശരീരം അരയ്ക്ക് താഴെ തളർന്നു പോയപ്പോൾ ഡോക്ടർ രഹസ്യമായി സുരേഷിനെ വിളിച്ചു പറഞ്ഞു, സുരേഷേ, ഈ വിവാഹം നീ നടത്തരുത്. കാരണം ഒരു വിവാഹ ജീവിതത്തിന് യോജിച്ചതല്ല ഇവളുടെ ശരീരമെന്ന് സുരേഷിനോട് പറഞ്ഞു. അപ്പോൾ സുരേഷ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ദീപയെ മാത്രമേ കഴിക്കുകയുള്ളൂ. ശരീരം തളർന്നെങ്കിൽ തളർന്നോട്ടെ, ഞങ്ങൾ തകരില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നീ ഒരു വീൽ ചെയർ മേടിക്കുന്നാൽ, കാരണം നിന്റെ ഭാര്യ ഇനി നടക്കില്ല, നീ വീൽ ചെയറിലിരുത്ത്. ആ സ്നേഹനിധിയായ സുരേഷ് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ, എൻ്റെ ദീപ ഒരു വീൽ ചെയറിലിരിക്കുന്നത് കാണാൻ എനിക്ക് ശേഷിയില്ല. അവൾക്ക് എവിടെ പോകണമെന്ന് അവൾ പറയട്ടെ, അവളെ ഞാൻ ഈ കരങ്ങളിൽ താങ്ങിക്കൊണ്ടുപോകും. പിറ്റേ ദിവസം നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അത്ഭുതപ്പെടുത്തി അവിടെ കണ്ട കാഴ്ചയാണ് ഈ ദീപയെ എപ്പോഴും കരങ്ങളിലെടുത്തുകൊണ്ട് നടക്കുന്ന സുരേഷിന്. അപ്പോൾ ഉചിതമായ ക്യാപ്ഷൻ തന്നെയാണ്, സ്നേഹം ഈ കൈകളിൽ. അപ്പോൾ തൻ്റെ ഭാര്യയുടെ ഈ ശരീരം എടുത്തിട്ട് സുരേഷിന് പറയാം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന്. ബലിയുടെ ജീവിതമായി മാറുന്ന ഒരു ദാമ്പത്യ ജീവിതം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ പുത്രനെ നൽകാൻ, ആ ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകാനായിട്ട് നമുക്ക് തയ്യാറാകാം. പരിശുദ്ധ അമ്മയെ പോലെ പുറത്തു വരുവാൻ, പുറപ്പെടുവാൻ, യേശുവിനെ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തുടർന്നുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരിയായി ഉരുകിത്തീരാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യ. എത്ര മനോഹരമായ ചിന്തയാണത്, എത്ര മനോഹരമായ ആഗ്രഹമാണത്. ഇവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന മനോഹരമായ തിരികളിലൊന്നുപോലെ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥനയായി, പ്രാർത്ഥനയുടെ മെഴുകുതിരിയായി ത്രേസ്യ പറഞ്ഞതുപോലെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മെഴുകുതിരിയായി ഉരുകിക്കൊണ്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു പാടാം. എരിയും മെഴുതിരി പോലെ. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം. ചേർന്നെല്ലാവരും. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം. വലതുകരം ഉയർത്തി ഒന്ന് പാടാം. അരികിൽ വരേണേ ഹൃദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രാർത്ഥിച്ചൊന്ന് പാടിക്കും എല്ലാവരും. അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും. എല്ലാ ദൈവങ്ങളും സമർപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് പാടാം. അരികിൽ, അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് പാടുകയും. അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സുവിശേഷത്തില് യേശുവിൻ്റെ അരികിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്നുണ്ട്. യേശു ഒരു സമഗ്രമായ സൗഖ്യമാണ് നമുക്ക് നൽകുന്നത്. ആ തളർവാദ രോഗിയോട്
യേശു നീ സുഖപ്പെടട്ടെ, നീ എഴുന്നേറ്റ് നടക്കൂ എന്നല്ല അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ ആ തളർവാദ രോഗി അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ തളർന്ന ശരീരത്തെക്കാൾ ഈശോ കണ്ടത്, ഈശോയെ വേദനിപ്പിച്ചത് അവൻ്റെ തകർന്നുപോയ മനസ്സാണ്. അതുകൊണ്ട് ആ തളർവാദ രോഗിയോട് ഈശോ ആദ്യം പറഞ്ഞത്, ടേക്ക് കറേജ് മൈ സൺ, എൻ്റെ മകനെ നീ ധൈര്യമായിരിക്കൂ എന്നാണ് പറഞ്ഞത്. ഈശോ നമുക്കും ആ മനസ്സിനുള്ള സുഖം തരുന്ന നിമിഷമാണ്. എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, എനിക്ക് സമഗ്രമായ സൗഖ്യം നൽകണമേ. ആ തളർവാദ രോഗിയോട് അങ്ങ് രണ്ടാമത് പറഞ്ഞത്, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവന് ആത്മീയമായ സൗഖ്യം നൽകി അവൻ്റെ പാപക്കറകളെല്ലാം തുടച്ചു മാറ്റി. വീണ്ടും ഈശോ പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കൂ, നിന്റെ കിടക്കയും എടുത്ത് നടക്കൂ എന്ന് പറഞ്ഞ് അവന് ശാരീരികമായ സൗഖ്യം പ്രദാനം ചെയ്ത സൗഖ്യദായകനായ ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചു പാടാം. അരികിൽ വരേണേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കരമൊന്ന് വീശി പാടിക്കേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കർത്താവായ ഈശോയെ, സ്നേഹത്തിന്റെ കൂദാശ സ്ഥാപിച്ച അന്ത്യ-താഴവേളയിൽ അസ്വസ്ഥരായ ശിഷ്യന്മാരോട് അങ്ങ് അരുൾ ചെയ്തില്ലേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് എന്ന്. ഹൃദയത്തിൻ്റെ ഉടയവന് മാത്രമേ ഹൃദയത്തെ നന്നാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന അങ്ങ് അവയെ സുഖപ്പെടുത്തുവാൻ അധികാരമുള്ളവനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധ കുർബാന സൗഖ്യത്തിൻ്റെ കൂദാശയാണെന്ന് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവളുടെ കൂട്ടുകാരികളുടെ രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ തന്നെ അമ്മയുടെ തന്നെ ശാരീരികമായ രോഗങ്ങൾ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ എന്തോ നുള്ളിയെടുക്കുന്നത് പോലെ ആ ശാരീരിക അവസ്ഥകൾ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ എടുത്തു മാറ്റപ്പെട്ടുവെന്ന് പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആബിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. ഇതാ ഈശോ നിങ്ങളെ നോക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും ഈശോയെ നോക്കുക. ലുക്ക് അറ്റ് ജീസസ് ഫോർ ഹി ലുക്സ് അറ്റ് യു. എന്നെ നോക്കി എന്നെ സുഖപ്പെടുത്തുന്ന ഈശോയെ, എൻ്റെ എല്ലാ രോഗാവസ്ഥകളിലേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകളിലേക്ക് ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചു പാടാം. അരികിൽ വരേണേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയെ, അങ്ങ് കുരിശിൽ പിടഞ്ഞു മരിഞ്ഞ നേരത്ത് ആ കുരിശിൽ ഒരു പുഴുവിനെ പോലെ പിടഞ്ഞു മരിക്കുമ്പോൾ അതുവരെ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല ആ ശതാധിപൻ വിശ്വസിച്ചത്. നീ ചെയ്ത അത്ഭുതങ്ങളോ നീ പറഞ്ഞ ഉപമകളോ കേട്ടിട്ടല്ല, മനോഹരമായ കഥകൾ കേട്ടിട്ടല്ല, മറിച്ച് കുരിശിൽ ഒരു പുഴുവിനെ പോലെ ആ തരിശുമലയുടെ മുകളിൽ തൻ്റെ തന്നെ കീറത്തുണികൾ ഉടുത്തുകൊണ്ട് ആ ഉഗ്രമായ വേദനയിൽ ഒരു പുഴുവിനെ പോലെ പിടഞ്ഞു മരിച്ചുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് തന്നെ വേദനിപ്പിച്ച ശത്രുക്കൾക്ക് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യേശുവേ, ആ ശതാധിപൻ പറഞ്ഞു, ഇവൻ തീർച്ചയായും ദൈവപുത്രനാണ് എന്ന്. അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങയുടെ ത്യാഗം നിറഞ്ഞ സ്നേഹമാണല്ലോ. സ്നേഹമെന്നാൽ ത്യാഗമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ സ്നേഹം സ്വാർത്ഥപരമാകാതെ അത് ത്യജിക്കുന്നതാകാൻ, അത് ത്യാഗം നിറഞ്ഞതാകാൻ, ആ സഹനങ്ങൾ വേദനകൾ ഏറ്റുവാങ്ങുന്നതാകാൻ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളുടെ സ്വാർത്ഥത്തിൽ നിന്ന് പുറത്തു വരുവാനും പുറപ്പെടുവാനും അങ്ങയുടെ പുത്രനെ മറ്റുള്ളവർക്ക് നൽകാനും ത്യാഗം നിറഞ്ഞ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ സ്നേഹത്തെ വിശുദ്ധീകരിക്കാൻ ഈശോയെ കടന്നു വരയണമേ എന്ന് പ്രാർത്ഥിച്ചു പാടാം.
അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സൗഖ്യദായകനായ സുഖമായിടും എൻ്റെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി പാടാം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും തിരുസഭയെ സമർപ്പിച്ചൊന്ന് പാടിക്ക് എല്ലാവരും. അരികിൽ വരേണേ, അരികിൽ വരേണേ തിരുസഭയെ മാർപ്പാപ്പയെ സമർപ്പിച്ച് സുഖമായിടും എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിച്ചൊന്ന് പാടിക്കേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് സമർപ്പിക്കാം. ഈ കോവിഡ് കാലത്ത് വരേണേ സദയം തൊടേണേ സുഖമായിടും എല്ലാ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് പാടിക്കേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് ഈശോയ്ക്ക് സ്നേഹത്തോടെ സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.